ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നാറ്റ് ഗേറ്റ്വേ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈവറ്റ് റൗട്ട് ടേബിളിൽ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാമെന്നും അത് കഴിഞ്ഞിട്ട് ഒരു പബ്ലിക് ഇൻസ്റ്റൻസും പ്രൈവറ്റ് ഇൻസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ ഇൻ്റർനെറ്റ് എല്ലാം വർക്കിംഗ് ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ നാറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് AWS മാനേജർ സർവീസാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ സെക്യൂരിറ്റി ഗ്രൂപ്പോ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രീഫ് ഡയഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പബ്ലിക് റൗട്ട് ടേബിളിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചത്. അതേപോലെ പ്രൈവറ്റ് റൗട്ട് ടേബിളിൽ ഞാൻ ലോക്കൽ റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു പബ്ലിക്കിലുള്ള ഒരു ഇൻസ്റ്റൻസിന് പബ്ലിക് IP യും പ്രൈവറ്റ് IP യും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ IP സെർവറിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആ പബ്ലിക് IP വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രൈവറ്റിലുള്ള ഒരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ പബ്ലിക്കിലുള്ള ഒരു ഇൻസ്റ്റൻസിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് പ്രൈവറ്റ് IP വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ജംപ് സെർവർ അല്ലെങ്കിൽ ബാസ്റ്റിൻ സെർവർ പോലുള്ള സെർവറുകൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് പ്രൈവറ്റിലുള്ള ഒരു സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നാറ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ സെർവറിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് പാച്ചിങ്, OS പാച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ നാറ്റ് ഇൻസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ നാറ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പബ്ലിക് സബ്നെറ്റിനകത്തും, എന്നിട്ട് അതിൻ്റെ നാറ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് അസോസിയേറ്റ് ചെയ്യേണ്ടത് പ്രൈവറ്റ് റൗട്ട് ടേബിളിലാണ് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നാറ്റ് ഗേറ്റ്വേ കോൺഫിഗർ ചെയ്യുന്നത് പബ്ലിക് സബ്നെറ്റിലാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഗേറ്റ്വേ കൂടി ആയിരിക്കും അതിൻ്റെ ഔട്ട് ഗോയിങ്ങും ഇൻകമിങ് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റിലുള്ള ഒരു ഇൻസ്റ്റൻസ് ഇൻ്റർനെറ്റ് ആക്സസ് ഡയറക്റ്റ് ഉണ്ടാവില്ല. അത് നാറ്റ് ഗേറ്റ്വേ ത്രൂ ആയിരിക്കും എല്ലാ ആക്സസും പുറത്തേക്ക് പോകുന്നത്. അതുകൂടാതെ തന്നെ നാറ്റ് ഗേറ്റ്വേ ഒരു നാറ്റ് റൗട്ട് ടേബിളും കൂടി കീപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റൗട്ടിങ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി. അത് ബേസ് ചെയ്തിട്ടാണ് റൗട്ടിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ VPC ക്രിയേറ്റ് ചെയ്യുന്നത് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്രൈവറ്റും പബ്ലിക് സബ്നെറ്റും എല്ലാം സെപ്പറേറ്റ് ചെയ്തിരുന്നു. അതേപോലെ റൗട്ട് ടേബിളും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് വേണ്ടി സെപ്പറേറ്റും പ്രൈവറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിൽ ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ആണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പ്രൈവറ്റിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ലോക്കൽ റൂട്ട് മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അതുപോലെ സബ്നെറ്റ് 3 അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സബ്നെറ്റാണ് ഞാൻ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് എനിക്ക് നാറ്റ് ഗേറ്റ്വേ അസോസിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നാറ്റ് ഗേറ്റ്വേയിൽ വന്നു കഴിഞ്ഞപ്പോൾ നാറ്റ് സർവീസ് ഒന്നും എനേബിൾഡ് അല്ല, എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സബ്നെറ്റിൽ ഒരു ഇൻസ്റ്റൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പഴയ വീഡിയോന് വേണ്ടി ചെയ്തിരുന്നു. ഞാനപ്പോൾ പ്രൈവറ്റ് സബ്നെറ്റിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തു. ഞാൻ T2 മൈക്രോ ബൈ ഡിഫോൾട്ട് എല്ലാം ചെയ്യുകയാണ്. നെറ്റ്വർക്ക് സെക്ഷനിൽ ഞാൻ എൻ്റെ VPC ചൂസ് ചെയ്തു. സബ്നെറ്റ് ഞാൻ പ്രൈവറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള പ്രൈവറ്റ് ചൂസ് ചെയ്യാൻ ഞാൻ 2A ആണ് കൊടുക്കുന്നത്. അതേപോലെ ഓട്ടോ അസൈനിങ് പബ്ലിക് IP ഡിസേബിൾഡ് ആണ്. ബാക്കിയെല്ലാം ഞാൻ ഡിഫോൾട്ടായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിക്കുവാണ്. ടാഗ് നെയിം ഞാൻ ജസ്റ്റ് നെയിം പ്രൈവറ്റ് സബ്നെറ്റ് എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് എന്തെങ്കിലും കൊടുക്കുവാണ്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ SSH അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാനിപ്പോൾ ബൈ ഡിഫോൾട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കൊടുക്കുവാണ്. എൻ്റെ IP ന്ന് ഞാൻ ഫുൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. കീ ഓൾറെഡി ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നു, അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ലോഞ്ച് ഇൻസ്റ്റൻസ് ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, രണ്ടും റണ്ണിങ് ആണ്. ഇപ്പോൾ പ്രൈവറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാം പബ്ലിക് IP ഇല്ല, പ്രൈവറ്റ് IP ഓൾറെഡി അസൈൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പബ്ലിക്കിൽ പോയാൽ നമുക്ക് കാണാം അതിനകത്ത് പബ്ലിക് IP ഉണ്ട്, പ്രൈവറ്റ് IP ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രൈവറ്റിലുള്ള ഇൻസ്റ്റൻസിൽ കണക്ട് ചെയ്യണമെന്ന് ഫസ്റ്റ് പബ്ലിക്കിലുള്ള ഇൻസ്റ്റൻസിനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് പ്രൈവറ്റ് ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പബ്ലിക് സെർവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഞാൻ പ്രൈവറ്റ് IP ഞാൻ കോപ്പി ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പബ്ലിക് സെർവറിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടോയെന്നാണ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ പിങ് 8.8 അടിച്ചു, എനിക്ക് പിങ് വർക്കിംഗ് ആണ്. അതേപോലെ ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസിൻ്റെ IP ഞാൻ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്യുവാണ്. അപ്പോൾ പിങ് ഉണ്ടാവില്ല, കാരണം ഞാൻ ആ പ്രൈവറ്റ് ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഈ സെർവറിൽ നിന്ന് ആക്സസ് അലോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്ത് രണ്ടിലും ഞാൻ സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ IP ന്ന് മാത്രമേ ഇപ്പോൾ ഫുൾ ആക്സസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പബ്ലിക് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൈവറ്റ് IP ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട്
ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട്, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് ഞാനത് അലോ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇൻബൗണ്ടിലാണ് അലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻബൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം എഡിറ്റ് ഇൻബൗണ്ട് റൂൾ എടുക്കുക, അവിടെ ആഡ് കൊടുക്കുക, ആഡ് റൂൾ കൊടുക്കുക. ഓൾ ട്രാഫിക്കോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾ ട്രാഫിക്കാണ് കൊടുക്കുന്നത്. ആ IP ഞാനവിടെ പറഞ്ഞു കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ എനിക്കിനി പിങ് കിട്ടും. ഇപ്പോൾ IPക്ക് പകരം നമുക്ക് വേണമെങ്കിൽ CIDR കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് പ്രൈവറ്റ് ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി പിങ് വർക്കിംഗ് ആണ്. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത കീയും കൂടി വേണം. ഗിറ്റ് കീ .pem എന്ന് പറഞ്ഞ കീയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ സെർവറിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കീ. അതിൻ്റെ പെർമിഷൻ 400 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം @IP അഡ്രസ്സ് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്ത് കണക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രിങ് കിട്ടും. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ആ കണക്ട് ചെയ്യണ സ്ഥലത്ത് തന്നെ കീ ഉണ്ടാവണം, അല്ലെങ്കിൽ കീ പാത്ത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അതായത് പബ്ലിക് ഇൻസ്റ്റൻസിൽ ആദ്യം കണക്ട് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസ് ഞാൻ കണക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റൻസിലാണ്. ഇതിനകത്ത് ഇൻ്റർനെറ്റ് ആക്സസ് ഇപ്പോൾ ഇല്ല. നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ പിങ് ഞാൻ 8.8 അടിക്കുവാണ്. അപ്പോൾ പിങ് നോട്ട് വർക്കിംഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൗട്ട് ടേബിളിൽ ഞാൻ NAT ഗേറ്റ്വേ അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പബ്ലിക് ഇൻസ്റ്റൻസിൻ്റെ IPയിലേക്കും എനിക്ക് പിങ് ഉണ്ടാവില്ല. കാരണം പബ്ലിക് ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഈ പ്രൈവറ്റ് ഇൻസ്റ്റൻസിൽ നിന്ന് ഞാൻ അലോ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ആദ്യം പിങ് ചെയ്യുന്നതിന് മുന്നേ VPCയിലൊന്ന് പോയി നോക്കാം. ഞാൻ VPCയിൽ റൗട്ട് ടേബിളിൽ വരിക, സബ്നെറ്റ് അല്ല റൗട്ട് ടേബിളിൽ വരിക. റൗട്ട് ടേബിളിൽ വന്നിട്ട് ഫസ്റ്റ് പബ്ലിക് റൗട്ട് ടേബിൾ നോക്കാം. അതിനകത്ത് റൗട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ആക്സസും കൊടുത്തിട്ടുണ്ട്, ലോക്കൽ റൂട്ടും ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് റൗട്ട് ടേബിളിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ റൂട്ട് മാത്രമേ ഉള്ളൂ. ഈ രണ്ടിലും പ്രൈവറ്റിലും പബ്ലിക്കിലും ലോക്കൽ റൂട്ട് എനേബിൾഡ് ആണ്. അപ്പോൾ ശരിക്കും പിങ് ആവേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പിങ് ആവത്തില്ല? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പ്രൈവറ്റിൽ നിന്ന് അലോ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുള്ള, അതുകൊണ്ടാണ് പിങ് ആവാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻസിൽ തന്നെ വന്നിട്ട് പബ്ലിക്ക് ചൂസ് ചെയ്യാം. പബ്ലിക്കിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുക്കാം. അതിൽ പോയി നോക്കിയാൽ കാണാം ഞാൻ രണ്ടിലും സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റൻസിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ IP ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പി ചെയ്തെടുത്തിട്ട് ആ പബ്ലിക് ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ എഡിറ്റ് ഇൻബൗണ്ട് എടുത്ത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, ആ IP സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത IP മോഡിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 10.0.0/16 കൊടുക്കുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നെറ്റ്വർക്ക്, അതായത് പബ്ലിക് ഇൻസ്റ്റൻസും പ്രൈവറ്റ് ഇൻസ്റ്റൻസും കിടക്കുന്നത് സെയിം നെറ്റ്വർക്കിലാണ്. അതുകൊണ്ട് എന്തായാലും പിങ് വർക്കിംഗ് ആവും. ഇപ്പോൾ വർക്കിംഗ് ആണ്, പിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിങ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ക്ലിയറായി. ഇനി നമുക്ക് NAT ഗേറ്റ്വേ പറഞ്ഞു കൊടുക്കണം. അതായത് പ്രൈവറ്റിലുള്ള ഇൻസ്റ്റൻസിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് NAT ഗേറ്റ്വേയുടെ സെക്ഷനിൽ വരിക. അപ്പോൾ ഞാൻ NAT ഗേറ്റ്വേ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് NAT ഗേറ്റ്വേ കൊടുക്കുക. അപ്പോൾ ഒരു നെയിം കൊടുക്കുക. ഞാൻ മാനേജ്മെൻറ്റ് NAT ഗേറ്റ്വേ എന്നാണ് കൊടുക്കുന്നത്. സബ്നെറ്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. അതായത് ഈ NAT ഗേറ്റ്വേ ഏത് സബ്നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. പബ്ലിക് സബ്നെറ്റിൽ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിക്കിലുള്ള ഏതെങ്കിലും ഒരു സബ്നെറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2Bയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2B ഏതിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നിൽ ഞാൻ 2Bയിൽ ക്രിയേറ്റ് ചെയ്യുവാണ്. പബ്ലിക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കണക്ടിവിറ്റി ടൈപ്പ് ഏതാണ്, പബ്ലിക്കാണോ പ്രൈവറ്റ് ആണെന്നുള്ളത് പബ്ലിക് തന്നെ കൊടുക്കുക. എലാസ്റ്റിക് IP ഉണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അലോക്കേറ്റ് IP പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനൊരു IP അവിടെ അലോട്ടായിട്ടുണ്ട്, 3.16. അതുപോലെ ടാഗ് നെയിം കൊടുക്കുക. ക്രിയേറ്റ് NAT ഗേറ്റ്വേയിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ NAT ഗേറ്റ്വേ ക്രിയേറ്റ് ആവുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇത് ക്രിയേറ്റ് ആവാനായിട്ട്. ക്രിയേറ്റ് ആയതിന് ശേഷം മാത്രമേ, ഇപ്പോൾ സ്റ്റേറ്റ് പെൻഡിങ് ആണ്, ക്രിയേറ്റ് ആയതിന് ശേഷം മാത്രമേ ഈ എലാസ്റ്റിക് IP അസോസിയേറ്റ് ആവുള്ളൂ. അപ്പോൾ ശരിക്കും NAT ഗേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻസ്റ്റൻസ് തന്നെയാണ്. അതിനൊരു നെറ്റ്വർക്ക് അഡാപ്റ്റർ എല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ട്. പ്രൈവറ്റ് IP ഉണ്ടാവും, പബ്ലിക് IP ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആ NATൻ്റെ ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ കാണാം. പ്രൈവറ്റ് IP ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ
നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്, സബ്നെറ്റ് ഏതാണ്, VPC ഏതാണ് എല്ലാം കാണിക്കും. നമ്മൾ എലാസ്റ്റിക് APIയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു IP ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴും അസോസിയേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു നെയിം കൊടുക്കുകയാണ്, മാനേജ്മെൻറ്റ് NAT IP എന്നൊരു നെയിം കൊടുത്തു. അപ്പോൾ നമുക്ക് അസോസിയേഷൻ ആയിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ആണെങ്കിൽ അസോസിയേഷൻ ഇൻസ്റ്റൻസ് ഐ ഡിയുടെ അവിടെ കാണിക്കും ഏതാണ് ഇൻസ്റ്റൻസ് ഉള്ളത്. അതുപോലെ പ്രൈവറ്റ് IPയും കാണിക്കും. NAT ഗേറ്റ്വേ ആണെങ്കിൽ അസോസിയേഷൻ ഐ ഡിയുടെ അവിടെ കാണിക്കും. ഇപ്പോൾ നമുക്ക് NAT ഗേറ്റ്വേയിൽ തന്നെ പോയി നോക്കാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എലാസ്റ്റിക് API അറ്റാച്ച് അസോസിയേഷൻ ആയിട്ടുണ്ട്, പ്രൈവറ്റ് IP ഉണ്ട്, സ്റ്റേറ്റ് അവൈലബിൾ ആണ്, അതുപോലെ VPC സബ്നെറ്റ് ഏതൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതേപോലെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി ഏതാണെന്നുള്ളതും കാണിക്കും. ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡിയിലാണ് ഈ IP എല്ലാം അസോസിയേറ്റ് ആകുന്നത്. അതേപോലെ തന്നെ ഇലാസ്റ്റിക് APIയിൽ വന്നാലും കാണാം, നമുക്ക് ആ IP അവിടെ പ്രൈവറ്റ് IP അവിടെ വന്നിട്ടുണ്ട്, ഏത് IPയിലേക്കാണ് ഇത് അസോസിയേറ്റ് ആയിരിക്കുന്നതെല്ലാം കാണാനായിട്ട് പറ്റും. സബ്നെറ്റ് ഏതാണ്, VPC ഏതാണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി ഏതാണ് എല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി പോയി നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അതിന് EC2ൻ്റെ ഡാഷ്ബോർഡിൽ പോവുക, അവിടെ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെക്ഷനിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ആ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് കാണിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസിനകത്തേക്ക് സ്റ്റാറ്റിക് APയും അതായത് EIPയും പ്രൈവറ്റ് IP എല്ലാം അസോസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് VPCയിൽ തന്നെ വന്നു. ഇപ്പോൾ NAT ഗേറ്റ്വേ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈവറ്റ് റൗട്ട് ടേബിളിലേക്ക് ഇതിനെ അസോസിയേറ്റ് ചെയ്യണം. അപ്പോൾ റൗട്ട് ടേബിളിൽ വരിക, എന്നിട്ട് പ്രൈവറ്റ് റൗട്ട് ടേബിൾ സെലക്ട് ചെയ്യുക. റൗട്ടിൽ വന്നതിന് ശേഷം എഡിറ്റ് റൗട്ട് കൊടുക്കുക. ഓൾറെഡി 3 സബ്നെറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് സബ്നെറ്റാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റൗട്ടിൽ വന്നതിന് ശേഷം എഡിറ്റ് റൂട്ട് കൊടുക്കുക. ഇവിടെ ആഡ് റൂട്ട് കൊടുത്തതിന് ശേഷം 0.0.0 ഏതാണ് വേണ്ടത്, ഇവിടെ NAT ഗേറ്റ്വേ പറഞ്ഞു കൊടുക്കുക, സെലക്ട് ചെയ്യുക. അതപ്പോൾ NAT ഗേറ്റ്വേയുടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ID അവിടെ കാണിക്കും. അത് ചൂസ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ NAT ഗേറ്റ്വേ അസോസിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രൈവറ്റിലുള്ള ഇൻസ്റ്റൻസിൽ പോയിട്ട് ഇൻ്റർനെറ്റിലേക്ക് പിങ് നോക്കിക്കഴിഞ്ഞാൽ പിങ് വർക്കിംഗ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റൻസിലാണ്. എൻ്റെ IP നോക്കിയാൽ കാണാം 224 ആണ് IP കാണിച്ചിരിക്കുന്നത്. അതേപോലെ 224 ആണ് ഞാൻ CLA മോഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പിങ് google.com a.a. പിങ് അടിച്ച് നോക്കാം. ഇപ്പോൾ എനിക്ക് ഈ പ്രൈവറ്റ് ഇൻസ്റ്റൻസിൽ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പാണ് 2 ഇൻസ്റ്റൻസിലും അസോസിയേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ടെസ്റ്റിന് ഡെമോ പർപ്പസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.